നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാമജപത്തിലെ ചിട്ടകൾ ഏവരും അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. നമുക്ക് മനസ്സും ആത്മാവും ഒരുപോലെ ശാന്തി നേടുവാനായിട്ട് സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ് നാമജപം എന്നുള്ളത്. നാമജപ ചിട്ടകളെ പൂർണ്ണമായും പാലിക്കുന്നത് ആത്മീയ ശക്തിയും മനസ്സിന്റെ ഏകാഗ്രതയും ധ്യാനശീലവും എല്ലാം വളർത്തുന്നു. നമുക്ക് നാമജപത്തിന്റെ ചിട്ടകൾ ശരിയായ രീതിയിൽ ജപിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെല്ലാം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്, അനുയോജ്യമായ സമയത്ത് ജപിക്കുക എന്നുള്ളതാണ്. പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തമാണ് അതിന് ഏറ്റവും പറ്റിയ സമയം. വൈകുന്നേരത്തെ സന്ധ്യാസമയവും അതിനനുയോജ്യമാണ്. ഇതൊന്നും സാധിക്കാത്തവർ ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായി മറ്റ് കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നാമജപം ശീലമാക്കുക. ബ്രഹ്മമുഹൂർത്തത്തിലും സന്ധ്യാസമയത്തിലുമൊക്കെ സത്വഗുണം വർദ്ധിക്കുന്നു. മനസ്സ് കൂടുതൽ എളുപ്പത്തിൽ ഈ സമയത്ത് ഏകാഗ്രത കൈവരിക്കുന്നു. രണ്ടാമത്, ഒരേ സ്ഥലത്ത് കൃത്യമായി ജപിക്കുക എന്നുള്ളതാണ്. സമയം, സ്ഥലം, ഇരിപ്പിടം ഇവയെല്ലാം സ്ഥിരമാക്കുക എന്നുള്ളതാണ്. അതിലൂടെ കൂടുതൽ പ്രയോജനങ്ങൾ ലഭിക്കും. ഇതിന് സാധ്യതയില്ലാത്ത യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഏതവസ്ഥയിലും നാമജപം മുടക്കാതിരിക്കുക. ശരീരവും മനസ്സും നിശ്ചലമാക്കാൻ സ്ഥിരത ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശരിയായ ഇരിപ്പ് എന്നുള്ളതാണ്. സമകായ ശിരോഗ്രീവനായി ഇരിക്കുക എന്നാണ് അതിന് പറയുന്നത്. അതായത് യോഗാസനങ്ങളിൽ ഏതെങ്കിലും ഇരുന്നു കൊണ്ടുള്ള പ്രധാനപ്പെട്ട ആസനങ്ങളായിട്ടുള്ള സിദ്ധാസനം, സുഖാസനം, പത്മാസനം, സ്വസ്തികാസനം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ സ്വസ്ഥമായിട്ടിരിക്കുക. നട്ടലും കഴുത്തുമൊക്കെ നിവർത്തി നല്ല ഗാംഭീര്യത്തോടു കൂടി ഇരുന്ന് ജപിക്കുക. ഇത് മനസ്സിനെ നിശ്ചലമാക്കുകയും ധ്യാനശീലത്തിലേക്ക് വേഗം കടത്തുകയും ചെയ്യും. ഇനി നാലാമത്തത്, എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം എന്നുള്ളതാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുക. ഈ ദിശകളൊക്കെ പോസിറ്റീവ് ഊർജവും സൗഭാഗ്യവും തരുന്ന ദിശകളാണ്. അവിടേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ഊർജം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അഞ്ചാമത്തത്, ഇരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. വെറും നിലത്തിരുന്ന് ജപം നടത്താതിരിക്കുക. മാൻതോൽ, കുശപ്പുല്ല്, പരവതാനി എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കുക. പരവതാനി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തുണിയോ പായയോ ഒക്കെ വിരിച്ച് നമുക്കിരിക്കാം. അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് വെറും നിലത്തിരിക്കാതെ എന്തെങ്കിലും ഒരു ഉപാധിയിന്മേൽ ഇരിക്കുക. ഇരുന്ന് ജപിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പരവതാനി ഉപയോഗിക്കുമ്പോൾ അത് ശാസ്ത്രീയമായി വൈദ്യുതിയെ സംരക്ഷിക്കും. അത്തരത്തിലുള്ള ഒരു വസ്തുവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇരുന്ന് ജപിക്കുക. ഇനി ആറാമതായി പറയാനുള്ളത്, ഇഷ്ടദേവതയുടെ സ്തുതികളും കീർത്തനങ്ങളും ജപിക്കുക എന്നുള്ളതാണ്. അത് ഭാവം സാത്വികമാകാൻ സഹായിക്കും. ഭക്തിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാൻ അത് സഹായിക്കും. ഏഴാമത് ശ്രദ്ധിക്കേണ്ടത്, മന്ത്രോച്ചാരണം വ്യക്തമായും ശുദ്ധതയോടും കൂടിയും അതേപോലെ തന്നെ ഒരേ ഉച്ചാരണ ശൈലിയിലും ജപിക്കുക എന്നുള്ളതാണ്. പലരും ജപിച്ച് ഒരു ഭ്രാന്തമായ ആവേശത്തിലേക്ക് പോയി കാണുന്നുണ്ട്. ജപത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശാന്തത അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കും ജപത്തിന്റെ ശബ്ദവിന്യാസത്തെ ക്രമീകരിക്കേണ്ടത്. ഉച്ചസ്ഥായിലേക്ക് കടന്നു പോവുകയല്ല, തിരിച്ച് ശാന്തമായി കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ മന്ത്ര ഉച്ചാരണം വ്യക്തമായും ഒരേ ശബ്ദത്തിലും ഒരേ ശൈലിയിലും ജപിക്കുന്നതിലൂടെ മനസ്സ് നിശ്ചലമാകുന്നു, ധ്യാനശീലം വളരുന്നു, അന്തർദൃഷ്ടി ഉണരുന്നു. എട്ടാമത്, നിരന്തര ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. ആദ്യം ഉത്സാഹവും ഉണർവും ഉണ്ടായാലും പിന്നീട് മനസ്സ് അലഞ്ഞു നടക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തുക. ചിന്താശേഷിയെ നിയന്ത്രിച്ച് ശ്രദ്ധ കൈവരിക്കുക. ഒമ്പതാമതായി, ജപമാലയുടെ പ്രാധാന്യമാണ്. ജപമാല ഉപയോഗിച്ച് ജപിക്കുന്നതിലൂടെ ഔത്സുഖ്യവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. ഒരിക്കൽ ജപിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാലയുടെ മുത്തുകളുടെ എണ്ണം നിശ്ചയിക്കുക. അതിന്റെ പൂർണ്ണ ജപം പൂർത്തിയാക്കുക. ഇനി പത്താമതായി ശ്രദ്ധിക്കേണ്ടത്, ജപതാളം വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ്. ശരിയായി ജപിക്കുമ്പോൾ ആദ്യം ഉച്ചത്തിലും പിന്നെ പതുക്കെയും അവസാനം വരുമ്പോൾ മനസ്സിലുമായി ജപിക്കാനാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും അത്തരത്തിൽ ജപിക്കുമ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. അത് മനസ്സിന്റെ അസ്വസ്ഥതകളാണ്, മനസ്സിന്റെ ഏകാഗ്രതയും ആത്മവിശ്വാസക്കുറവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ താളം വ്യത്യസ്തമാക്കുന്നതിലൂടെ കുറഞ്ഞു വരുന്നതിലൂടെ ശ്രദ്ധ നിലനിർത്താനും മുഷിച്ചിൽ ഒഴിവാക്കാനും വിശ്രമത്തിനും സഹായകരമാകുന്നു. ജപത്തോടൊപ്പം ധ്യാനവും ശീലമാക്കുക. ധ്യാനിക്കുന്ന സമയത്ത് ഇഷ്ടദേവതയെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക. ഇഷ്ടദേവതയുടെ രൂപം മനസ്സിൽ നിന്ന് മായാതെ ധ്യാനം കൈവരിക്കുക. ഇനി 12ാമതും അവസാനവുമായി പറയാനുള്ളത്,
ജപത്തിന് ശേഷം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും സ്തുതി, കീർത്തനം ഇവ പാടി ദേവസ്വരൂപം ധ്യാനിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി മെല്ലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. സ്ത്രീകളാണെങ്കിൽ പഞ്ചനമസ്കാരമാണ് ചെയ്യേണ്ടത്. നാമജപത്തിന്റെ താളത്തിൽ ലയിച്ച് മനസ്സ് ശാന്തി തേടുന്നു. മന്ത്രങ്ങൾ ശരീരത്തെ സ്പർശിക്കുന്നു. ആത്മാവ് ദിവ്യലോകത്തിലെത്തുന്നു. ഓം നമഃശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചിറകു തുറന്ന് ആത്മാവ് ഉണരുന്നു. ഒരു ചെറു ശബ്ദത്തിൽ, പക്ഷേ അത്ഭുത ശക്തിയോടെ. ജീവിതം പുതിയ പ്രകാശം തേടുന്നു. നമുക്ക് വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ സാധനകൾ ദൃഢനിശ്ചയത്തോടു കൂടിയും നിരന്തര പരിശ്രമത്തോടു കൂടിയും ചിട്ടയോടുകൂടിയും ചെയ്താൽ ഫലം ഉറപ്പാണ്. ഇതില്ലാതെ വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്കും ജപത്തിനും ഫലസിദ്ധി കുറയുന്നത്. നാമജപത്തിലൂടെ നാം ആഹ്വാനം ചെയ്യുന്നത് ആത്മാവിന് ശാന്തിയും മനസ്സിന് ഏകാഗ്രതയും ശരീരത്തിന് വൈവിധ്യ ശക്തിയും ലഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 20-30 മിനിറ്റ് നിത്യം കുറഞ്ഞത് സ്ഥിരമായ രീതിയിൽ നാമജപത്തെ ചെയ്യുക. ഇപ്പോൾ നാമജപത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പൈശാചിക ശക്തികൾ അതിനെയെല്ലാം എതിർക്കുന്നുമുണ്ട്. നമുക്ക് നാമജപത്തിലൂടെ വളരാം. പോയ നല്ല കാലങ്ങളെ തിരിച്ചെടുക്കാം. ഓം നമഃശിവായ. എല്ലാവരുടെയും മനസ്സിനും ആത്മാവിനും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.